അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല രത്നങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിധി എന്താണ്? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ്സുണ്ട്, നല്ല ഒരു വീടുണ്ട്, അല്ലെങ്കിൽ നല്ല ഒരു കാറുണ്ട്. ഇങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കാം അവർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന നിധി. എന്തായിരിക്കണം നമ്മുടെ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി? അതാണ് ഈശോ ഇന്ന് 3 ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുക. പഴയ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെയുള്ള ബാങ്ക് സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ അവരുടെ വിലയേറിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് രത്നങ്ങൾ, അന്നത്തെ കാലത്ത് ഭാഷ്യന്മാരുടെ വസ്ത്രങ്ങളൊന്നുമില്ല, എല്ലാം കൊണ്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കും. പക്ഷേ കള്ളന്മാർ കുത്തി തോർന്നെടുക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് യുദ്ധം വരുമ്പോൾ അവർ അത് വലിയ മൺകുടങ്ങളിലാക്കി അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിലാക്കിയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടും. ആ കുഴിച്ചിടുന്ന ഉടമസ്ഥന് മാത്രമേ അറിയത്തുള്ളൂ അതെവിടെയാണ് അവർ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ ശത്രുക്കൾ വന്ന് അവരെ കീഴടക്കാൻ നോക്കുമ്പോൾ അവരവിടുന്ന് ഒളിച്ചോടി പോകേണ്ടി വരും, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. പക്ഷെ ആ പറമ്പിൽ ആ നിധി അപ്പോഴും കിടപ്പുണ്ടാവും. പക്ഷെ വേറൊരാളെ സ്ഥലം വാങ്ങിക്കുമ്പോൾ അയാൾക്ക് അറിയത്തില്ല ഈ ഭൂമിക്കടിയിൽ ഈ നിധി കിടപ്പുണ്ട് എന്ന്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് അറിയാതെ കിടക്കുന്ന നിധിയുണ്ട്. അതാണ് ഈശോ പഠിപ്പിക്കുന്ന സ്വർഗരാജ്യം. ആ നിധിയുടെ മൂല്യം അറിയാതെ നമ്മൾ മറ്റു കാര്യങ്ങൾക്കെല്ലാമാണ് വില കൊടുക്കുന്നത്. ഈ പറഞ്ഞ നമ്മളുടെ വീടിനോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിനോ ഒക്കെ. അതുപോലെ തന്നെയാണ് യൂദാസിനെ പറ്റിയത്. അവന് കിട്ടിയ ഏറ്റവും വലിയ നിധിയായിരുന്നു സ്വർഗരാജ്യം. അതായത് ഈശോയുടെ ശിഷ്യനാകുക, അപ്പസ്തലനാകുക എന്ന് പറയുന്ന ഒരു വലിയ നിധിയായിരുന്നു. പക്ഷെ ആ നിധി അവൻ മറച്ചു വെച്ചിട്ട് അവൻ അത് അറിയാതെ പോയി. അതിന്റെ വില അറിയാതെ അവൻ 30 വെള്ളി നാണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാം. ഇനി അവിടെ മറ്റൊരാള് അവന് അവിടെ കൃഷിക്കാരനായിട്ട് ചെന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ചെന്നു. മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഈ നിധി കണ്ടെത്തി. അവൻ കാര്യം മനസ്സിലായി. അവൻ എന്താണ് ചെയ്യുക? അവനത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചിട്ട് അവൻ പോയി തനിക്കുള്ളതെല്ലാം വിൽക്കുകയാണ്. തനിക്കുള്ള സർവ്വസമ്പാദ്യങ്ങൾ വിറ്റിട്ട് ഈ ഉടമസ്ഥനോട് വന്ന് ചോദിക്കുകയാണ്, ഈ സ്ഥലം എനിക്ക് വിൽക്കുമോ? അവൻ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ അമിതമായ വില കൊടുക്കുമ്പോൾ തീർച്ചയായും അയാൾ അവനെ വിറ്റിട്ട് വേറെ സ്ഥലം വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ട് തനിക്കുള്ള നിധി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വിൽക്കുകയാണ്. അതേസമയത്ത് ഇവനാണെങ്കിലോ വലിയ ത്യാഗം സഹിച്ച് ബാക്കി എല്ലാം വിറ്റിട്ട് ഇത് വാങ്ങിക്കുന്നതിന്റെ കാരണം അവനറിയാം തന്റെ ബാക്കി എല്ലാ സമ്പാദ്യങ്ങളെക്കാളും കൂടുതൽ സന്തോഷം തരുന്നത് ഈ നിധിയുള്ള ഈ പറമ്പാണ്. കാരണം അവിടെ നിന്ന് ആ നിധി എടുത്തു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് സമ്പന്നനാകാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കർത്താവിന്റെ അപ്പസ്തോലന്മാര് കർത്താവിനെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ഒക്കെ എന്താ ചെയ്തത്? വല ഉപേക്ഷിച്ചു, അവരുടെ വഞ്ചി ഉപേക്ഷിച്ചു, അവർക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചു, അവരുടെ ഫാമിലി ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചിട്ട് വലിയ ത്യാഗത്തോടെ ഹോംലെസ് ആയിട്ട് 3 വർഷത്തിലധികം ഈശോയുടെ കൂടെ നടക്കുകയാണ്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷവും എന്താ ഈ അപ്പസ്തലന്മാർക്ക് സംഭവിക്കുക? അവര് വചനം പ്രസംഗിക്കാൻ പോകുമ്പോഴും അവർക്ക് സ്വന്തമായ വീടില്ല, സ്വന്തമായ സമ്പാദ്യങ്ങളില്ല. അവർക്ക് മതബന്ധനം ഉണ്ടാകുന്നു, സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നു, അവർക്ക് വളരെയേറെ പാടുപീടുകൾ സഹിച്ച് രക്തസാക്ഷിത്വം ഭരിക്കുന്നു. പക്ഷെ അവരുടെ കയ്യിൽ ഒരു വലിയ നിധിയുണ്ട്, അതാണ് സ്വർഗരാജ്യം. ആദ്യം അവര് കർത്താവ് തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തു, അന്ത്യവിധിനാൾ ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നോടൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഈ ലോക ജനതയെ വിധിക്കുന്നവരാകും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന
ലഭിച്ചിരിക്കുന്ന വലിയ നിധിയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മളുടെ ക്രൈസ്തവ വിശ്വാസം. ആ നിധി നമ്മൾ വേണ്ടത്ര പരിപാലിക്കുന്നില്ല എങ്കിൽ ഈ ധനികനായ മനുഷ്യൻ തന്റെ അമൂല്യമായ നിധി അറിയാതെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ പറമ്പ് വിറ്റ് നഷ്ടം സഹിക്കുന്നത് പോലെയാവും. ഇനി രണ്ടാമത്തെ ഉപമയില് ഈശോ പറയുകയാണ് ഒരു രക്തവ്യാപാരിയെ കുറിച്ച്. രക്തവ്യാപാരികൾക്ക് വിലയേറിയ രക്തവും വില കുറഞ്ഞ രക്തവും കണ്ടാൽ അറിയാൻ പറ്റും. ചിലരുടെയൊക്കെ രക്തങ്ങൾ ഇമിറ്റേഷൻ ആയിരിക്കും, എന്നാൽ ചിലത് വളരെ വില കൂടിയതായിരിക്കും. അപ്പോൾ ഈ രക്തവ്യാപാരി അങ്ങനെ പലയിടത്തും അന്വേഷിച്ച് നടക്കുകയാണ്. ഏറ്റവും അമൂല്യമായ രക്തം കൈക്കലാക്കണം. അങ്ങനെ അവൻ ആ രക്തം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി വലിയ ത്യാഗം സഹിക്കേണ്ടി വരികയാണ്. കാരണം അവന് വളരെയേറെ ഉള്ളതെല്ലാം വിൽക്കണം, അവന്റെ വീടും പറമ്പും എല്ലാം വിറ്റിട്ടാണ് അവനത് വാങ്ങിക്കുക. ഒരുപക്ഷെ കടവ് എടുക്കുകയാണ്, എന്നിട്ട് അമൂല്യമായ ആ നിധി അവൻ സ്വന്തമാക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും നമ്മൾ സെർച്ച് ചെയ്യണം, എന്താണ് നമുക്ക് വേണ്ടി അമൂല്യമായ രക്തം എന്താണ്. ആ രക്തം കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി ത്യാഗം സഹിക്കണം. ചിലപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ക്രൈസ്തവ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ത്യാഗപൂർവമായ ജീവിതം നയിക്കേണ്ടി വരും. പക്ഷേ അത് ഭൗതികമായ സന്തോഷത്തെക്കാൾ ഉപരി അലൗകികമായ ആനന്ദമാണ് നമുക്ക് നൽകുക. അവിടെ ഇവിടെ ഈ അമൂല്യമായ നിധിയോ അല്ലെങ്കിൽ രക്തമോ എന്ന് പറയുന്നത് ആത്മീയമായ ഒരു നിധിയെ കുറിച്ചാണ് ഈശോ പറയുക. അത് ഈ ലോകത്തിലെ ക്രൈസ്തവ സഭയാകുന്ന ആ അമൂല്യമായ രക്തവും വരുവാനിരിക്കുന്ന ലോകത്തിൽ അതിന്റെ പൂർണ്ണതയിൽ വരുന്ന ആ സ്വർഗരാജ്യത്തെ കുറിച്ചുമാണ്. ഇനി മൂന്നാമത്തെ കഥ അല്ലെങ്കിൽ ഉപമ എന്ന് പറയുന്നത് അല്പം കൂടി വ്യത്യസ്തമാണ്. അതിന്റെ സന്ദേശവും വ്യത്യസ്തമാണ്. അതായത് ഓൾറെഡി ഈ നിധി വാങ്ങിച്ചെടുത്തു. ഈ നിധി വാങ്ങിച്ചിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? വലിയ പൈസ കൊടുത്തു, അത് കഴിഞ്ഞ് ആ പറമ്പ് വാങ്ങിച്ചു, അല്ലെങ്കിൽ വലിയ രക്തം വാങ്ങിച്ചു. പക്ഷെ അതിന്റെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവൻ അറിയത്തില്ലെങ്കിൽ അവൻ വെറും വീട്ടിയായി തീരും. ഇവിടെ ഈശോ പറയുന്നത് ഒരു കടലിലേക്ക് എറിയപ്പെടുന്ന അല്ലെങ്കിൽ മീൻപിടിക്കാൻ പോകുന്ന വലയെ കുറിച്ചാണ്, മീൻപിടുത്തക്കാരെ കുറിച്ചാണ്. അവിടെ ഈ സമുദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗലീലിയ തടാകം എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രതീകമാണ്. എന്നാൽ വല എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. അപ്പൊ ഈ വലയ്ക്കകത്ത് ധാരാളം മത്സ്യങ്ങൾ കയറുന്നു. എന്നാൽ അതിൽ നല്ല മത്സ്യവുമുണ്ട്, ചീത്ത മത്സ്യവുമുണ്ട്. ഇതിനെ ഈ വല കഴിച്ചു കയറി കഴിയുമ്പോൾ ഈ മുഖൻ എന്താണ് ചെയ്യുക? മീൻപിടുത്തക്കാരൻ അവന് നല്ലതും ചള്ളും തമ്മിൽ വേർതിരിക്കും. കാരണം നല്ലതും മാത്രമേ വില കിട്ടുന്നുള്ളൂ, അത് മാത്രമേ ഭക്ഷിക്കാൻ കൊള്ളത്തുള്ളൂ, ചീത്തയായിട്ടുള്ളതെല്ലാം അവൻ ദൂരെ എറിയും. എന്ന് പറഞ്ഞതുപോലെ ഈ സഭയാകുന്ന അല്ലെങ്കിൽ ഈ സഭയാകുന്ന വലയിൽ നമ്മൾ അംഗങ്ങളായിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയില്ല. അവിടെ നല്ല മത്സ്യമായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതല്ല എങ്കിൽ അത് എറിയപ്പെടും. ഇനി അതിനെ തുടർന്ന് മുഖ്യന്മാർ ചെയ്യാത്ത ചില കാര്യങ്ങളോട് പറയുകയാണ്. മാലാഖമാർ വന്ന് ഈ ദുഷ്ടന്മാരെ നഗരത്തിൽ നിന്ന് വേർതിരിക്കും. എന്നിട്ട് അവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. ആ അഗ്നികുണ്ഡം എന്ന് പറയുന്നത് നരകത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അവരെ നരകത്തിലേക്ക് എറിയും. അവിടെ കരച്ചിലും വലികടി ഉണ്ടാവും. അവർ കത്തിത്തീരുകയല്ല, അവരുടെ സനാതനമായിട്ട് സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ കരച്ചിലും വലികടിയും അവർക്ക് മറ്റുള്ളവരുടെ സ്വർഗരാജ്യം അനുഭവിക്കുന്നു. പണ്ടൊക്കെ ഞാൻ വലിയ മിടുക്കനായിട്ട് സഭയിൽ പ്രവർത്തിച്ചു, എന്നാൽ ഇവനൊക്കെ ദുഷ്ടന്മാരായിരുന്നു, ദരിദ്രരായിരുന്നു, പാപികളായിരുന്നു, അവരൊക്കെ സ്വർഗഭാഗ്യം അനുഭവിക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും കഥയില് ആ ധനവാന് സഹിക്കാൻ പറ്റുന്നില്ല, ലാസറസ് ഇത് സുഖമായിട്ട് അബ്രാഹത്തിന്റെ മടിയിൽ കഴിയുന്നു. അവിടെയാണ് പരസ്യം പല്ലുകടിയും ഉണ്ടാകുക. കാരണം എന്താണ്? അസൂയ, സഹനം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ മുൻകൂട്ടി പറയുന്നത്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ അംഗമായാൽ മാത്രം പോരാ, സ്വർഗരാജ്യത്തിലെ നല്ല മത്സ്യമായിട്ട് നല്ല ക്രൈസ്തവരായിട്ട് കർത്താവിന്റെ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ 3 ഉപമകളും നമ്മളെ പഠിപ്പിക്കുന്നത് അമൂല്യമായ നിധി നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസമാണ്. അതിനെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറാകണം. കാരണം ആ വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി, ആ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ വേണ്ടി. മൂന്നാമത്, ഇതാ ഒരു അന്ത്യവിധി വരാനിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ ഈ അമൂല്യമായ നിധിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും നിത്യമായ സൗഭാഗ്യത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിന് വേണ്ടി, ഭൗതികമായ സന്തോഷത്തെക്കാൾ ഉപരി നിത്യമായ ആനന്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അവിടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം. നമ്മുടെ അമൂല്യ നിധി എന്താണ്? നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളാണോ അതോ സ്വർഗരാജ്യമാകുന്ന ആ വലിയ നിധിയാണോ?